ഹായ് ഹലോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്കണോമെട്രിക്സിലെ കുറച്ച് PYQs ആണ്. ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ കുറച്ച് PYQ സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ ഒരു വീഡിയോ മിസ്സായി പോയവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് വാച്ച് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമെട്രിക്സിലെ PYQ ആണ്. അപ്പോൾ ബേസിക്കലി എക്കണോമെട്രിക്സ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് എന്തായിരിക്കും ടഫായിരിക്കും, ചിലർക്ക് എന്തായിരിക്കും വളരെ സിമ്പിൾ ആയിരിക്കും. സോ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഏതൊരു സബ്ജക്റ്റ് നമുക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഒരുപാട് സമയം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ നമുക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്കണോമെട്രിക്സിൻ്റെ PYQ നോക്കുന്ന സമയത്ത് നിയർലി ഒരു 10 to 12 ഇയേഴ്സിൻ്റെ PYQ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കുന്ന സമയത്ത് മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്ത മാതിരി തന്നെ ഇയർ ടു ഇയർ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, PYQs എന്ത് ചെയ്യണം, നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എന്താവുന്നുള്ളത് അറിയില്ല, പക്ഷേ ഇതുവരെയുള്ള ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് പോകാം അല്ലേ. ഇന്ന് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്കണോമെട്രിക്സ് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഇരുന്ന് എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ PG ലെവലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡെറിവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. β1 β2 ഒക്കെ കാണാൻ ഒരുപാട് ഡെറിവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിറൈവ് ചെയ്ത് ഇക്വേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് എന്താ യൂസ് ചെയ്ത്, എപ്പോഴാണ് നമുക്ക് ഉപയോഗപ്പെടാന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കില്ല. ബേസിക്കലി നിങ്ങളിപ്പോൾ നെറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ JRF ക്വാളിഫൈ ചെയ്തിട്ട് റിസർച്ച് ആസ്പെക്റ്റിൽ പോകുന്നവരാണെങ്കിലും നമ്മുടെ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തഡോളജികളാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഈ എക്കണോമെട്രിക്സ് ആണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരുപാട് ടൂൾസുകൾ നമ്മൾ എവിടെ യൂസ് ചെയ്യുമെന്നുള്ളതാണ്, നമ്മുടെ റിസർച്ചിൽ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നു അല്ലേ, അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസേജ് ഇങ്ങനെ ആയിരുന്നല്ലേ, ഇങ്ങനെ ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇന്നെ പ്രാക്ടിക്കൽസ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും നമ്മൾ വിചാരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അന്നേരം വിചാരിക്കും ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നല്ലേ എന്നുള്ളത് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇത് ഇത്ര സിമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം അല്ലേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള PYQ ഡിസ്കഷനിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്കണോമെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിലെ എസംഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നില്ലേ. ഒരു 10ഓളം എസംഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമെട്രിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി എന്തിനാണ് ഈ ഒരു എസംഷൻസ് നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഈ ഒരു എസംഷൻസ് പഠിക്കുന്നത്? ഈ ഒരു എസംഷനിൽ ബേസിക്കലി ഇതിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സാറ്റിസ്ഫൈ ദ എസംഷൻ ഓഫ് ദി ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ. ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ CLRM ആണ് അല്ലേ. CLRM ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. CLRM ൻ്റെ അസംഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 10 അസംഷൻസ് ആണ് പഠിക്കാനുള്ളത്. 10 അസംഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എക്കണോമെട്രിക്സ് നമുക്ക് എന്താ പറയുക, PRF നമ്മൾ കാണണം അല്ലേ. PRF കാണണം. PRF മീൻസ് എന്താണ്, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ നമ്മൾ കാണണം അല്ലേ. PRF നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്കണോമെട്രിക്സിൽ കാണണം അല്ലേ. സോ PRFൻ്റെ ഇക്വേഷൻ എന്താ വരിക, yi ഈസിക്കൽ ടു എന്താ വരിക, PRFൻ്റെ ഇക്വേഷൻ yi ഈസിക്കൽ ടു β1 പ്ലസ് എന്താണ്, β1 പ്ലസ് β2 xi പ്ലസ് എന്താ വരിക, xi പ്ലസ് ui ആണ് ആണല്ലേ വരാം, ui ആണ് വരാം അല്ലേ. ui ആണ് നമുക്ക് വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിലറിയാം yi എന്ന് പറയുന്നത് എന്താണ്, റിഗ്രസൻ്റ് ആണല്ലേ. ദാറ്റ് മീൻസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്ത് പറയുന്നത്, yi എന്ന് പറയുന്നത് അല്ലേ. β1 ആണെങ്കിലും β2 ആണെങ്കിലും നമുക്ക് എന്ത് പറയാം, അതിനെ പാരാമീറ്റേഴ്സ് എന്ന് പറയാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ xi എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റിഗ്രസർ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ്പ്ലനറ്ററി വേരിയബിൾ എന്ന് പറയാം അല്ലേ. എക്സ്പ്ലനറ്ററി വേരിയബിൾ എന്ന് പറയാം. അതുപോലെ തന്നെ ui എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എറർ ടേം ആണ് അല്ലേ, അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് എറർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒമിറ്റഡ് വേരിയബിൾ എന്ന് പറയാം അല്ലേ. എറർ ടേമിനാണ് നമ്മൾ എന്ത് പറയാം, ui എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സും അതുപോലെ തന്നെ എക്കണോമെട്രിക്സും തമ്മിൽ ഡിഫറെൻ്റ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ ui എന്ന് പറയുന്ന ടേം ആണ് അല്ലേ. ui എന്ന് പറയുന്ന ടേം ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൽ നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട് അല്ലേ. C = a + by എന്നുള്ളത് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട് അല്ലേ. C
ഈസിക്കൽ ടു എ പ്ലസ് ബി വൈ അല്ലേ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ ആണല്ലേ. ഇതെന്താണ്? ഇതിൽ നമുക്കറിയാം β1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻ്റർസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ β2 എന്ന് പറയുന്നത് എന്താണ്? β2 എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ആണ് അല്ലേ. β1 എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റും അതുപോലെ തന്നെ എന്താണ് β2 എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് എഴുതുന്ന സമയത്ത് എ പ്ലസ് ബി വൈ ആണ്. എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താണ്? എം പി സി ആണ്. അതുപോലെ തന്നെ എന്താണ് എം പി സി ആണ്. അതുപോലെ തന്നെ എന്താണ് എം പി സി എന്ന് പറയുമ്പോൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. വൈ എന്ന് പറയുന്നത് ഇൻകം ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ പ്രകാരം കെയ്ൻസിൻ്റെ കൺസംഷൻ ഇക്വേഷൻ എങ്ങനെയാണ്? സി ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആണ്. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? വൈ ആണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ വൈ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ സെയിം പ്രൊപ്പോർഷനേറ്റിൽ എന്ത് ചെയ്യില്ല? നമ്മുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യില്ല. അതിൻ്റെ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റിലായിരിക്കും നമ്മുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ബേസിക്കലി നമ്മൾ എന്തിൽ പഠിക്കുന്നുള്ളത്? നമ്മുടെ കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കൺസംഷൻ എന്ന് പറയുന്നത് എന്ത് മാത്രമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ഇൻകം ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകത്തെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരിക്കലില്ല. നമ്മുടെ വെൽത്ത് എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ കൺസംഷൻ പാറ്റേൺ എന്തുണ്ടാവുക? നിലനിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരൊറ്റ വേരിയബിളിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കൺസംഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്താണ്? ഇൻകം ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. എന്നാൽ ഇൻകം മാത്രമാണ് നമ്മുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരിക്കലല്ലോ. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്തരം ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കി വെക്കുന്നുണ്ടല്ലേ. ഇൻകത്തെ മാത്രം കൺസിഡർ ചെയ്തിട്ട് ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കി വെക്കുന്നുണ്ട്. ഈ ഒഴിവാക്കി വെച്ചിട്ടുള്ള മൊത്തം ഫാക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ആര്? യു ഐ എന്ന് പറയുന്ന ടേം. ദാറ്റ് മീൻസ് നമ്മുടെ എറർ ടേം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ ഒഴിവാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റിമൈൻസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുള്ള ഫാക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ആര്? നമ്മുടെ എറർ ടേം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം നമ്മുടെ പി ആർ എഫ് എന്ന് പറയുന്നത് ഇതാണല്ലോ. വൈ ഐ ഈസിക്കൽ ടു β1 പ്ലസ് β2 എച്ച് ഐ പ്ലസ് യു ഐ ആണ് നമ്മുടെ എന്ത് പറയുന്നത്? പി ആർ എഫ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എസ് ആർ എഫ് കാണും. കാരണം എന്താണ്? പി ആർ എഫ് എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ആണ്. പോപ്പുലേഷൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു സർവേക്ക് പോകുന്ന സമയത്ത് മൊത്തം പോപ്പുലേഷനെ നമുക്ക് സർവേക്ക് എടുക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് സാമ്പിൾ എടുക്കും. സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സർവേ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ പി ആർ എഫ് കാണണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? എസ് ആർ എഫ് കണ്ടാൽ മതി അല്ലേ. എസ് ആർ എഫ് എക്സാക്ട്ലി പി ആർ എഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആർ സ്ക്വയർ ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്നസ് ഓഫ് ഫിറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാണ്? അതിന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എസ് ആർ എഫ് കാണണം. എസ് ആർ എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ വൈ ഐ എന്നുള്ളത് എന്താവും? വൈ ഐ ഹാറ്റ് ആവും അല്ലേ. വൈ ഐ എന്നുള്ളത് എന്താവും? വൈ ഐ ഹാറ്റ് ആവും. വൈ ഐ ഹാറ്റ് ഈസിക്കൽ ടു എന്തായിരിക്കും? വൈ ഐ ഹാറ്റ് ഈസിക്കൽ ടു എന്തായിരിക്കും? β1 ഹാറ്റ് β1. അതായത് നേരത്തെ പി ആർ എഫിൻ്റെ മുകളിൽ എന്തായിരിക്കും? ഒരു ഹാറ്റ് വരും എന്നുള്ളൂ കേട്ടോ. അതായത് β1 ഹാറ്റ് പ്ലസ് എന്തായിരിക്കും? β2 ഹാറ്റ് പിന്നെ അതുപോലെ തന്നെ എന്തായിരിക്കും? എക്സ് ഐ പിന്നെ എന്തായിരിക്കും? പ്ലസ് എന്തായിരിക്കും? യു ഐ ഹാറ്റ് അല്ലേ. യു ഐ ഹാറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ എക്കണോമെട്രിക്സിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? നമുക്ക് നമ്മുടെ β1 ഹാറ്റിനെയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ β2 ഹാറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? പി ആർ എഫ് ആയിട്ടുള്ള β1ഉം β2ഉം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ β1 ഹാറ്റും അതുപോലെ തന്നെ β2 ഹാറ്റും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ പി ആർ എഫ് ആയിട്ടുള്ള β1ഉം β2 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് OLS എസ്റ്റിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു OLS എസ്റ്റിമേഷൻ മെത്തേഡിൽ എത്തുന്ന സമയത്ത് ഈ β1 ഹാറ്റും അതുപോലെ തന്നെ β2 ഹാറ്റും, അതായത് ഈ ഒരു β1 ഹാറ്റും അതുപോലെ തന്നെ ഈ β2 ഹാറ്റും എന്താവണം? ബ്ലൂ ആയിട്ട് മാറണം അല്ലേ. ബ്ലൂ പ്രോപ്പർട്ടീസ് ആയിട്ട് മാറണം. ബ്ലൂ പ്രോപ്പർട്ടീസ് ആയിട്ട് മാറണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? β1 ഹാറ്റും അതുപോലെ തന്നെ β2 ഹാറ്റും എന്ത് ചെയ്യണം? ബ്ലൂ പ്രോപ്പർട്ടീസ് ആയിട്ട് മാറണം. ഇവിടെ ഈക്വൽ ടു വേണ്ട. ഈ രണ്ട് എന്ത് ചെയ്യണം? രണ്ട് എസ്റ്റിമേറ്റേഴ്സ് എന്ത് ചെയ്യണം? ബ്ലൂ പ്രോപ്പർട്ടി ആയിട്ട് മാറണം. ബ്ലൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എന്തായിരിക്കും? ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എന്തായിരിക്കും? എസ്റ്റിമേറ്റർ ആയിരിക്കില്ല. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഈ രണ്ട് പ്രോപ്പർട്ടീസും എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ബ്ലൂ പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു അസംഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൽ ഈ ഒരു 10 അസംഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഒരു 10 അസംഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പി ആർ എഫ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എസ് ആർ എഫിലെ ബ്ലൂ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ β1 ഹാറ്റിനും β2 ഹാറ്റിനും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്ലൂ പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യണമെങ്കിൽ, അതായത് പി ആർ എഫ് എന്ന് പറയുമ്പോൾ മൊത്തം പോപ്പുലേഷൻ ആണ്, എസ് ആർ എഫ് എന്ന് പറയുമ്പോൾ സാമ്പിൾ ആണ്. അപ്പോൾ പി ആർ എഫ് എന്ന് പറയുമ്പോൾ മൊത്തം പോപ്പുലേഷനെ എക്സാക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ആർക്ക് പറ്റണം? സാമ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് നമ്മുടെ എന്താണ് റിസർച്ചിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം പി ആർ എഫിനെ നമ്മൾ എന്ത് ചെയ്യണം? എസ് ആർ എഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എസ് ആർ എഫിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള
β1 ഹാറ്റ് ആണെങ്കിൽ β2 ഹാറ്റ് ആണെങ്കിലും എന്തായിരിക്കണം ബ്ലൂ പ്രോപ്പർട്ടി ആയിരിക്കണം. ദാറ്റ് മീൻസ് എന്തായിരിക്കണം ലീനിയർ ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കും അൺബയാസ്ഡ് ആയിരിക്കണം അല്ലേ. ഇതിലൊന്നുകൂടെ ഉണ്ട്, ലീനിയർ ഉണ്ട്, അതുപോലെ തന്നെ എന്തായിരിക്കും ലീനിയർ ആയിരിക്കണം, അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആയിരിക്കണം. പിന്നെ എഫിഷ്യൻ്റ് ആണെങ്കിൽ എന്താവണം മിനിമം വേരിയൻസ് വേണം. ബെസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക ആ ഒരു മിനിമം വേരിയൻസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു β1 ഹാറ്റിനെയും അതുപോലെ തന്നെ β2 ഹാറ്റും എന്തായിരിക്കണം ബ്ലൂ പ്രോപ്പർട്ടി ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? OLS എസ്റ്റിമേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 10 അസംഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബെസ്റ്റ് എസ്റ്റിമേറ്റേഴ്സ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ബ്ലൂ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബ്ലൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് കേട്ടോ. ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ലീനിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ലീനിയറിൻ ഇതായിരിക്കും ഫംഗ്ഷന് എന്തായിരിക്കും ലീനിയർ ആയിരിക്കും. അൺബയാസ്ഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒന്നുമില്ല, എന്താണ് നമ്മുടെ β1 ഹാറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? β1 ഹാറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? അതായത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന β1 ഹാറ്റ് നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്റർ ആയിട്ടുള്ള β1 എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം. ഇതിനാണ് നമ്മളെന്ത് പറയാം അൺബയാസ്ഡ് എന്ന് പറയുന്നത്. എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയുന്നത് എപ്പോഴായിരിക്കും? എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? നമുക്കറിയാം മിനിമം വേരിയൻസ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ കാണുകയും നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് SRFകൾ നമുക്ക് എടുക്കാം, ഒരുപാട് SRFകൾ എടുക്കാം. അപ്പോൾ അതിൽ ഒരു SRF എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? β1 ഹാറ്റാണെന്ന് വിചാരിക്കുക. β1 ഹാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു SRF എടുത്ത സമയത്ത് കിട്ടി. രണ്ടാമത്തെ SRF എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഫോം ഓഫ് β1 ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ β1, വേറൊരു ഫോം ഓഫ് β1 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? β1 എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയി മാറണമെങ്കിൽ അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിൻ്റെ വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? മറ്റേതിൻ്റെക്കാൾ എന്തായിരിക്കണം? കുറവായിരിക്കണം, മിനിമം വേരിയൻസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? β1 ഹാറ്റ് എന്ത് പറയുന്നത് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ബ്ലൂവിൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്കണോമെട്രിക്സിൽ PRF കാണുകയും നമ്മൾ എന്ത് ചെയ്യും? SRF എടുക്കും. ഈ SRF എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് β1ഉം β1 ഹാറ്റും β2 ഹാറ്റും നമ്മൾ കാണാം. ഇത് ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓർഡിനൽ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. ഓർഡിനൽ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മുടെ β1 ഹാറ്റും β2 ഹാറ്റും എന്ത് ചെയ്യണം? ബ്ലൂ ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അസംഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ അസംഷൻസ് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ β1 ഹാറ്റും β2 ഹാറ്റും എന്താവില്ല? ബ്ലൂ ആവില്ല. ദാറ്റ് മീൻസ് എന്ത് ചെയ്യാം? അതെന്ത് ചെയ്യാം? അൺബയാസ്ഡിന് പകരം എന്ത് ചെയ്യാം? ബയാസ്ഡ് ആവാം. അതുപോലെ തന്നെ എഫിഷ്യൻസിക്ക് പകരം എന്താവാം? ഇൻഎഫിഷ്യൻസി ആവാം അല്ലെ. എഫിഷ്യൻസി പകരം എന്തായിരിക്കും? ഇൻഎഫിഷ്യൻസി ആവാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? കൺസിസ്റ്റൻസിക്ക് പകരം എന്തായാലും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് മാറാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു അസംഷൻസിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെന്ത് ചെയ്യാം? ബയാസ്ഡ് ആവാം, ഇൻഎഫിഷ്യൻ്റ് ആവാം, അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആവാം. ദാറ്റ് മീൻസ് ഓട്ടോ കോറിലേഷനോ അതുപോലെ തന്നെ മൾട്ടി കൊളീനിയാരിറ്റിയോ അല്ലെങ്കിൽ ഹെട്രോസ്കലാസിറ്റിയോ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു എസ്റ്റിമേഷൻസ് എന്താവും? ഈ ഒരു എസ്റ്റിമേറ്റേഴ്സ് എന്താവും? നമ്മുടെ ബ്ലൂ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല എന്നുള്ളതാവും. അത് മേ ബി എന്താവും? ബയാസ്ഡ് ആവും, അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആവും, അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻ്റ് ആവും, അതുപോലെ തന്നെ എന്താവാം? അതുപോലെ തന്നെ ബെസ്റ്റ് അല്ലാതെ മാറും എന്നുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു അസംഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? β1 ഹാറ്റും β2 ഹാറ്റും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അത് ബ്ലൂ പ്രോപ്പർട്ടി ആയിട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 10 അസംഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു 10 അസംഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു 10 അസംഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? സോ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ദ റിഗ്രഷൻ മോഡൽ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റർ. ദാറ്റ് മീൻസ് എന്താണ്? നമുക്കറിയാം റിഗ്രഷൻ ഫംഗ്ഷൻ നമുക്ക് എഴുതാം അല്ലെ. yi ഈസിക്കൽ ടു റിഗ്രഷൻ ഫംഗ്ഷൻ എന്താണ്? yi ഈസിക്കൽ ടു എന്തായിരിക്കും? β1 പ്ലസ് എന്തായിരിക്കും? β1 പ്ലസ് എന്തായിരിക്കും? β2 അതുപോലെ തന്നെ xi അല്ലേ. xi പ്ലസ് എന്തായിരിക്കും? ui ആയിരിക്കും അല്ലേ. ui ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ലീനിയർ ഇൻ പാരാമീറ്റർ ആണ് പറയുന്നത്. ലീനിയർ ഇൻ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള β1 ഉണ്ട് β2 ഉണ്ട്. ദാറ്റ് മീൻസ് ഇന്റർസെപ്റ്റ് ടേം ഉണ്ട്, സ്ലോപ്പ് ഉണ്ട്. ഇതെന്തായിരിക്കും? ഇതിൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് xi എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്ലനറ്ററി വേരിയബിൾ ആണ്. എക്സ്പ്ലനറ്ററി വേരിയബിൾ സ്ക്വയർ ആയാലും അതുപോലെ തന്നെ അത് ക്യൂബ് ആയാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള β1ഉം അതുപോലെ തന്നെ β2ൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ലീനിയർ ഇൻ പാരാമീറ്റർ ആണ്, അല്ലാതെ ലീനിയർ ഇൻ എക്സ്പ്ലനറ്ററി വേരിയബിളോ അല്ലെങ്കിൽ ലീനിയർ ഇൻ ഡിപെൻഡന്റ് വേരിയബിളോ എന്നല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പാരാമീറ്റേഴ്സിൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അത് സ്ക്വയർ ആവാനോ ഇത് ക്യൂബ് ആവാനോ പാടില്ല. എക്സ്പ്ലനറ്ററി വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ അത് സ്ക്വയർ ആയാലും ക്യൂബ് ആയാലും വലിയ സീനില്ല. പക്ഷേ പാരാമീറ്റർ എന്തായിരിക്കണം? അതിൻ്റെ പവർ എപ്പോഴും 1 ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് അസംഷൻ. ദ വാല്യൂസ് ഓഫ് ദ റിഗ്രസേഴ്സ് ദ എക്സ് ആർ ദ ഫിക്സഡ്. റിഗ്രസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ എക്സ് ആണ്. ദാറ്റ് മീൻസ് എക്സ്പ്ലനറ്ററി വേരിയബിൾ ആയിരിക്കും. ഫിക്സഡ് അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? SRF എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. സാമ്പിൾ
ആയിട്ടുള്ള എന്തെടുക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷനെ കുറിച്ച് പഠിക്കുകയാണ്. ദാറ്റ് മീൻസ് എത്രത്തോളം ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് ആളുകളുടെ കൺസംഷൻ പാറ്റേൺ പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്തുന്നത്. അതായത് കെയ്ൻസ് പറയുന്ന മാതിരി തന്നെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഠനം നടത്തുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യണം, സാമ്പിൾ വേണം അല്ലേ. അതായത് ഓരോ ആളുകളുടെയും ഇൻകം എടുക്കണം, അതുപോലെ തന്നെ ആ ഇൻകത്തിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട് അതും കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഇൻകം ഉള്ളവരെ നമ്മൾ ചൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മുടെ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗിവൺ ആണെന്നുള്ളത് നമുക്കറിയാം. എച്ച് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഒരു എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കണം. എച്ച് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്ലനറ്ററി വേരിയബിൾ ആയിരിക്കണം. അതെന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് 60,000 രൂപ നമ്മൾ എടുക്കുകയാണ്. 60,000 രൂപ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് സാമ്പിൾ എടുക്കണം അല്ലേ. സാമ്പിൾ മീൻസ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ഇവിടെ വർക്കിംഗ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണോ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ 60,000 സാലറി ഉള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആദ്യത്തെ സാമ്പിൾസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ നമ്മൾ എടുത്തു. അപ്പോൾ അയാൾ എന്താണ് 50,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ നമ്മൾ എടുത്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ എന്ത് ചെയ്യുന്നുണ്ട് 40,000 അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തേർഡ് പേഴ്സൺ നമ്മൾ എടുക്കാം. തേർഡ് പേഴ്സൺ എടുക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, 20,000 അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 പേരുടെ ഇൻകം എന്തായിരിക്കണം, ഫിക്സഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് 60,000 രൂപ തന്നെ ആയിരിക്കണം. ഇതെന്താണ്, ഒരു ഫസ്റ്റ് ക്ലാസ് ഓഫ് ഇൻകം പേഴ്സണെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, എച്ച് വാരി ചെയ്യും. അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ സാമ്പിൾ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കണം, ആ ഒരു സെക്കൻഡ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇപ്പോൾ 4ാമത്തെ പേഴ്സൺ ആണെങ്കിലും അതുപോലെ തന്നെ 5, അതുപോലെ തന്നെ 6. അപ്പോൾ ഈ 3 പേഴ്സണിനെ നമ്മൾ എന്ത് ചെയ്യണം, റാൻഡം സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 3 പേഴ്സൻ്റെയും ഇൻകം എന്തായിരിക്കണം, സെക്കൻഡ് എച്ചിൽ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇപ്പോൾ 60,000 ആയിരുന്നെങ്കിൽ നേരത്തെ എന്തായിരിക്കണം, ഇനി അടുത്ത് എന്തായിരിക്കണം, 70,000 ആയിരിക്കണം. ഇതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ എച്ച് ഐ എന്തായിരിക്കും, നമ്മൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കണം, അവർക്ക് കൊടുത്തിട്ടുള്ള എച്ച് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗിവൺ എച്ച് ഐ ആയിരിക്കണം. അപ്പോൾ 70,000 നിന്ന് എന്ത് ചെയ്യണം, 3 സാമ്പിളാണ് എടുക്കണമെങ്കിൽ ആ 3 പേരുടെയും ഇൻകം എന്തായിരിക്കണം, 70,000 ആയിരിക്കണം. അതുപോലെ തന്നെ വേറൊരു 3 പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പിളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ 3 പേരുടെ ഇൻകം എന്തായിരിക്കണം, 60,000 ആയിരിക്കണം. അപ്പോൾ ഗിവൺ ആയിട്ട് നമുക്ക് എച്ച് ഐ തന്നിട്ടുണ്ടായിരിക്കും. ആ എച്ച് ഐ എന്തായിരിക്കാം, ഫിക്സഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മുടെ റിഗ്രസർ എച്ച് ആർ ഫിക്സഡ്. റിഗ്രസർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എക്സ്പ്ലനറ്ററി വേരിയബിൾ ആണ് കേട്ടോ റിഗ്രസർ എന്ന് പറയുന്നത്. റിഗ്രസെൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്, എച്ച് വാല്യൂസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എറർ ടേം. ഹിയർ ദിസ് മീൻസ് വി റിക്വയർഡ് 0 കോവേരിയൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദി ഈച്ച് എച്ച് ഐ. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഫംഗ്ഷൻ വേർഡ് ഉണ്ട് അല്ലേ. അതായത് നമ്മുടെ ഫംഗ്ഷൻ വേർഡ് ഉണ്ട്. ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതേണ്ടി വരും കേട്ടോ, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഒരു ഫംഗ്ഷൻ ഇല്ലാതെ നമുക്ക് എക്കണോമെട്രിക്സിലെ ഒരു ടേമുകളും എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേക്കാം. നമുക്ക് അതെന്ത് ചെയ്യും, യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ഒന്നും കൂടെ എഴുതാം. ഫംഗ്ഷൻ എന്താണ്, നമുക്ക് PRF എഴുതാം അല്ലേ. അതായത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത്. YI ഈസിക്കൽ ടു എന്താണ്, PRF എന്താണ്, YI ഈസിക്കൽ ടു എന്താണ്, YI ഈസിക്കൽ ടു എന്താണ്, β1 പ്ലസ് എന്താണ്, β1 പ്ലസ് β2 β2 HI അതുപോലെ തന്നെ എന്താണ്, β2 HI എന്താണ്, പിന്നെ UI അല്ലേ. UI ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇത് നമ്മുടെ ലാപ്പിൻ്റെ മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അതാണ് ഇത്രയും വൃത്തികേടിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം എക്സ്പ്ലനറ്ററി വേരിയബിളും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ UI ടേംസ് ഉണ്ടല്ലോ, എറർ ടേംസ് ഉണ്ടല്ലോ. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇത് തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ബേസിക്കലി നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു റിക്കവർ ദ 0 കോവേരിയൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഈച്ച് എച്ച് ഐ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, ഇത് തമ്മിലുള്ള കൊവേരിയൻസ് ഇസ്കൽ ടു എന്ന് പറയാം. ഇത് തമ്മിലുള്ള കൊവേരിയൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, UI ഗിവൺ എച്ച് ഐ എന്തായിരിക്കണം, UI ഗിവൺ എച്ച് ഐ എന്തായിരിക്കണം, UI ഗിവൺ എച്ച് ഐ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇതാണ് ബേസിക്കലി നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് അതിൽ HI ആണെങ്കിലും അതുപോലെ തന്നെ UI ആണെങ്കിലും എന്തുണ്ടാവാൻ പാടില്ല, ഇത് തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, 0 കോവേരിയൻസ് ബിറ്റ്വീൻ ദ യു ആൻഡ് ദി ഈച്ച് HI വേരിയബിൾസ്. എന്താണ്, UIയും അതുപോലെ തന്നെ എന്താണ് HI വേരിയബിൾസും തമ്മിൽ എന്തായിരിക്കണം, 0 കോവേരിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ് ബേസിക്കലി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? Okay. The next, for the given HI, the mean value of the disturbance UI is 0. ഇനി അടുത്ത പറയുന്നത് എന്താണ്, എക്സ്പെക്റ്റഡ് മീൻ വാല്യൂ അല്ലേ. എക്സ്പെക്റ്റഡ് UI മീൻ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. അതായത് മീൻ വാല്യൂ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എക്കണോമെട്രിക്സിലേക്ക് വരുമ്പോൾ അത് എക്സ്പെക്റ്റഡ് എന്നുള്ള ടേമിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എക്സ്പെക്റ്റഡ് UI ഗിവൺ HI എന്തായിരിക്കണം, 0 ആയിരിക്കണം. അല്ല, മീൻ വാല്യൂ ഓഫ് ദി
ഡിസ്റ്റർബൻസ് ടേം എന്തായിരിക്കും ഗിവൺ എക്സൈൽ എന്തായിരിക്കണം 0 ആയിരിക്കണം. ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോർ ദ ഗിവൺ എക്സൈൽ ദ വേരിയൻസ് ഓഫ് ദ യുഐസ് ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഹോമോസ്കെഡാസിറ്റി. അതായത് എന്താ പറയുന്നത് ഇറർ ടേമുകൾ തമ്മിൽ എന്തായിരിക്കണം കോൺസ്റ്റന്റ് വേരിയൻസ് ആയിരിക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോമോസ്കെഡാസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇറർ ടേമുകളായിട്ടുള്ള യുഐകൾ തമ്മിൽ എന്തായിരിക്കണം കോൺസ്റ്റന്റ് വേരിയൻസ് ആയിരിക്കണം. ഇതിനാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത് ഹോമോസ്കെഡാസിറ്റി എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നമ്മൾ ഹെറ്ററോസ്കെഡാസിറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് പറയുന്നത് എറർ ടേമുകൾ തമ്മിലുള്ള വേരിയൻസ് 1 ആവണമെന്നോ അല്ലെങ്കിൽ 0 ആവണം എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. എറർ ടേംസുകൾ തമ്മിലുള്ള വേരിയൻസ് എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോമോസ്കെഡാസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഹോമോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈക്വൽ എന്നുള്ളതാണ് ഹോമോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. സ്കെഡാസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്പ്രെഡ്, ഈക്വൽ സ്പ്രെഡ് ആയിരിക്കണം. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോമോസ്കെഡാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് എന്താണ് ഫോർ ഗിവൺ there is no auto correlation or the serial correlation between the disturbance. എന്താണ് പറയുന്നത് ഇവിടെ ബേസിക്കലി നമുക്ക് എന്താണ് ഓട്ടോ കോറിലേഷൻ പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് PRF കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് SRFകളുടെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഒരു SRFൽ നമ്മുടെ UI ടേം ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് UI കിട്ടി അല്ലേ. രണ്ടാമത്തെ SRFൽ നമുക്ക് എന്ത് കിട്ടി U ടേം ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് J കിട്ടിയിട്ടുണ്ട് UJ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊവേരിയൻസ് ഓഫ് ദി എന്താണ് UI കൊവേരിയൻസ് ഓഫ് ദി UI ആൻഡ് ദി UJ കൊവേരിയൻസ് ഓഫ് ദി UI ആൻഡ് ദി UJ ഗിവൺ എന്താണ് നമ്മുടെ HI ആൻഡ് അതുപോലെ തന്നെ എന്താണ് HJ എന്തായിരിക്കണം 0 ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടേമിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് തമ്മിൽ എന്തായിരിക്കും 0 ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓട്ടോ കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു കമ്പനി നടത്തുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ കമ്പനി നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ലേബേഴ്സിൻ്റെ സ്ട്രൈക്ക് വരാമെന്ന് വിചാരിക്കാം. അപ്പോൾ സ്ട്രൈക്ക് എന്തായാലും കമ്പനിയുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്ഷനും ആക്ടിവിറ്റീസിനും എന്ത് ചെയ്യും അത് ബാധിക്കും എന്നുള്ളതാണ്. കമ്പനിയുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് വളരെ ലോ ആയിട്ട് പോകുന്നുണ്ട്. ഇതെന്താണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു കമ്പനി സ്ട്രൈക്ക് ഉണ്ടായിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഈ വർഷവും എന്ത് സംഭവിക്കാം ആ ഒരു സ്ട്രൈക്കിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലേ. അവിടെ എന്ത് വരാം ഒരു ലാഗ് വേരിയബിൾസ് വരുന്നുണ്ടല്ലേ. അതായത് പണ്ടല്ല മീൻസ് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് കഴിഞ്ഞ വർഷം ചിലപ്പോൾ കമ്പനിയിൽ സ്ട്രൈക്ക് വന്നിട്ടുണ്ടാവുക എൻ്റെ എംപ്ലോയീസിന് ഞാൻ ചിലപ്പോൾ വേജ് കൊടുക്കാത്തതിൻ്റെ പേരിലായിരിക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവാം ഒരുപാട് എംപ്ലോയീസ് റിസൈൻ ഇട്ട് പോകുന്നുണ്ടാവും. ഇതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യണം വളരെ ഫ്രഷ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ് എൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ പണ്ടത്തെ എംപ്ലോയീസ് പോയിട്ട് പുതിയ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന എംപ്ലോയീസിനോട് പറയുകയാണ് ഈ കമ്പനി അങ്ങനെ പൈസയും സാലറി ഒന്നും തരില്ല, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, ലാസ്റ്റ് നിങ്ങൾ ഫുൾ പണിയെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ വേജോ സാലറി അവർ തരില്ല എന്ന് പറയുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും ഈ വർഷത്തെ എൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ബാധിക്കും. കാരണം എന്ത് ചെയ്യും ഒരുപാട് പേര് ജോയിൻ ചെയ്യാതെ പോകുന്നൊരു സിറ്റുവേഷൻ വരും. ഇതാണ് ബേസിക്കലി ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ലാഗ്ഡ് വാല്യൂസിൻ്റെ ഒരു പ്രസൻസ് വരാം. അപ്പോൾ T എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നമുക്കറിയാം സ്ട്രൈക്ക് നമ്മൾ എടുക്കാം. അപ്പോൾ സ്ട്രൈക്ക് നമ്മൾ S കൊണ്ട് ഉദ്ദേശിക്കാം. അപ്പോൾ S എന്ന് പറയുന്നത് T ആണെന്ന് വിചാരിക്കുക. T എന്ന് പറയുന്നത് പ്രസൻറ്റ് ആണെന്ന് വിചാരിക്കുക. ദെൻ അതെന്ത് ചെയ്യും T പ്ലസ് എന്ത് ചെയ്യാം 1 ആവും. ദാറ്റ് മീൻസ് ഇത് പ്രസൻറ്റിൽ ഉണ്ടായിട്ടുള്ളൊരു സ്ട്രൈക്കാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും അത് അടുത്ത വർഷത്തെയും എഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ T മൈനസ് 1 ആണെന്ന് വിചാരിക്കുക. T-1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇത് കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സാധനം എന്ത് ചെയ്യാണ് പ്രസൻറ്റിൽ എഫക്റ്റ് ചെയ്യാണ്. പ്രസൻറ്റിൽ ഉണ്ടായിട്ടുള്ള സാധനം എന്ത് ചെയ്യാണ് ഇനി അടുത്ത വർഷത്തെ എഫക്റ്റ് ചെയ്യാണ്. കാരണം എന്താണ് ഇവിടെ ഇറർ ടേംസുകൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലേ. ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ വേരിയൻസും എന്ത് ചെയ്യുന്നുണ്ട് ഒന്നിൽ മാറ്റം വരുന്നതിന് ഭാഗമായിട്ട് മറ്റതിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യരുത് ആ ഒരു എറർ ടേംസുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല റിലേഷനിൽ ആവാൻ പാടില്ല. ഇതാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത് നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓട്ടോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതാണ് ബേസിക്കലി നമ്മളെന്ന് പറയുന്നത് ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ബേസിക്കലി ഓട്ടോ കോറിലേഷൻ. അതായത് പിന്നീട് ഉണ്ടായിട്ടില്ല ചെയിൻ ടു ചെയിൻ എന്ത് ചെയ്യുക എങ്ങനെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇറർ ടേംസുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക ഒരു കൊവേരിയൻസ് എന്ത് ചെയ്യാം നിലനിൽക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള റിലേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ രണ്ട് തരത്തിലുള്ള സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിന് എടുക്കുന്ന സമയത്ത് SRF എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് UI എന്ന് പറയുന്ന ഒരു എറർ ടേം കിട്ടി, പിന്നീട് നമുക്ക് UJ എന്ന് പറയുന്ന ഒരു എറർ ടേം കിട്ടി. ഈ രണ്ട് എറർ ടേമുകൾ തമ്മിൽ എന്തായിരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇതിനാണ് നമ്മളെന്ത് പറയുന്നത് നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിനെ ഓട്ടോ കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള സ്ട്രൈക്ക് അതിങ്ങനെ എഫക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം അവിടെ ഓട്ടോ കോറിലേഷൻ ഉണ്ടെന്ന് പറയാം.
ഓക്കെ, അത് എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ദി ഒബ്സർവേഷൻ എൻ മസ്റ്റ് ബി ദ ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ദി പാരാമീറ്റർ ടു ബി എസ്റ്റിമേറ്റഡ്. നമുക്കറിയാം എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ പാരാമീറ്ററിനെക്കാളും എന്തായിരിക്കണം, കൂടുതലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ 6th പ്രോപ്പർട്ടി പറയുന്നത്. എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ പാരാമീറ്ററിനെക്കാളും കൂടുതലായിരിക്കും. എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ പാരാമീറ്ററിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതാണ് 6th പ്രോപ്പർട്ടി പറയുന്നത്. There must be the sufficient variation in the values of the x. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നമുക്കറിയാം സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കണമെങ്കിൽ അല്ലെ SRF എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഗിവൺ ആയിട്ടുള്ള HI നിന്ന്, ഫിക്സഡ് ആയിട്ടുള്ള HI നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സാമ്പിൾസ് എടുക്കും അല്ലേ. പിന്നീട് എന്ത് ചെയ്യും, ആ ഒരു എക്സിന് വേരിയേഷൻ സംഭവിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റിഗ്രഷൻ ഫംഗ്ഷൻ്റെ ഒരു ലൈൻ കാണുന്നത്, റിഗ്രഷൻ ഫംഗ്ഷൻ കാണുന്ന സമയത്ത് ബേസിക്കലി നമുക്കറിയാം ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കാം. സോ വെർ ഇസ് നമ്മുടെ കേസർ എവിടെ കേസർ എവിടെ, യെസ്, ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് PRF എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ PRF എന്ന് വിചാരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ PRF എന്ന് വിചാരിക്കുക. സോ ഇവിടെ എക്സ് ഉണ്ട്, ദെൻ ഇവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട് Y ഉണ്ട്, ദെൻ ഇവിടെ എന്തുണ്ട്, നമ്മുടെ ഒറിജിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമുക്ക് ഗിവൺ ആയിട്ടുള്ളൊരു HI അല്ലേ, H1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗിവൺ. ഇവിടെ ചിലപ്പോൾ എന്തായിരിക്കും ഗിവൺ H എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസംഷൻ ഫംഗ്ഷനാണ് എടുക്കുന്നതെങ്കിൽ, ഗെയിൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷനാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ 60,000 ആണ് നമ്മുടെ HI എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. 60,000 ആണ് നമ്മുടെ ഇൻകമെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും, ഇവിടെ പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും ഇവിടെ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒന്നാമത്തെ സാമ്പിൾ എടുക്കുന്നുണ്ടാവുക, അതുപോലെ തന്നെ രണ്ടാമത്തെ സാമ്പിൾ എടുക്കുന്നുണ്ടാവുക, മൂന്നാമത്തെ സാമ്പിൾ എടുക്കുന്നുണ്ടാവുക അല്ലേ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ലെവൽ ഓഫ് അല്ലെങ്കിൽ അടുത്ത ക്ലാസ് ഓഫ് ഇൻകം പേഴ്സൺ നമുക്ക് എടുക്കണം അല്ലേ. അപ്പോൾ എക്സ് എന്ത് ചെയ്യും, H2 ആയിട്ട് എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും മാറും, H2 ആയിട്ട് എന്ത് ചെയ്യും മാറും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് 60,000 ആണെങ്കിൽ എന്തായിരിക്കും, ഇനി 1 lakh ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക അല്ലേ. 1 lakhൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സാമ്പിൾസ് എടുക്കും. അതിലെന്ത് ചെയ്യും, പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾസ് എടുക്കും അല്ലേ. 1 സാമ്പിൾ എടുക്കും, അതുപോലെ തന്നെ 2 സാമ്പിൾ എടുക്കും, അതുപോലെ തന്നെ 3 സാമ്പിൾ എടുക്കും. അതായത് ഇവിടെ സാമ്പിൾ എടുക്കുന്നത് ഹൗസ് ഹോൾഡേഴ്സിനാണ്. അതായത് അവർ എത്രത്തോളം അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻകം അനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഗെയിൻസിൻ്റെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ അവർ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠനം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം എച്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, വേരി ചെയ്തിട്ടുണ്ട് അല്ലേ. എച്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, വേരി ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എച്ച് ആദ്യം 60,000 ആയിരുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു 1 lakh ആവുന്നു, പിന്നീട് അത് പിന്നീട് എന്ത് ചെയ്യും, ആ 1 lakhൽ നിന്ന് എന്ത് ചെയ്യും 1,20,000 പോലെ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നേരത്തെ എച്ച് നമ്മൾ ഫിക്സഡ് ആക്കി വെക്കണം എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സാമ്പിൾ എന്ത് ചെയ്യണം, ഫിക്സഡ് എച്ച് എന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അറ്റ് സെയിം ടൈം എന്ത് ചെയ്യുന്നുണ്ടാവും, എച്ച് എന്ത് ചെയ്യും, വേരി ചെയ്യുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല, എച്ച് എന്ത് ചെയ്യണം, വേരി ചെയ്തിരിക്കണം. ഓക്കെ, ദർ ഇസ് നോ എക്സാക്ട് കോളിനിയാരിറ്റി ബിറ്റ്വീൻ ദ എക്സ് വേരിയബിൾ. ഇതിനാണ് നമ്മളെന്ത് പറയുന്നത്, മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മളെന്ത് പറയുന്നത്, മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയുന്നത്. എന്താണ് മൾട്ടി കൊളിനിയാരിറ്റി, നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ഇതാണ്. yi ഈസിക്കൽ ടു എന്താണ്, yi ഈസിക്കൽ ടു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, β1 പ്ലസ് yi ഈസിക്കൽ ടു β1 പ്ലസ് ആൻഡ് β2 xi എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, H1 എന്ന് എഴുതാം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, β2 H2 പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് UI അല്ലേ, നമ്മുടെ എറർ ടേംസ് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വെച്ചാൽ, ഇപ്പോൾ Y എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കൺസംഷൻ ആണെന്ന് പറയാം. ഇപ്പോൾ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻകം ആണെന്ന് വിചാരിക്കുക. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വെൽത്ത് ആണെന്ന് വിചാരിക്കുക. H2 എന്ന് പറയുന്നത് നമ്മുടെ വെൽത്ത് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്, ഒന്ന് ഇൻകമോ ഒന്ന് വെൽത്തും ആണ്. അപ്പോൾ വെൽത്തിനനുസരിച്ച് നമ്മുടെ കൺസംഷൻ കൂടും, അതുപോലെ തന്നെ ഇൻകത്തിനനുസരിച്ച് നമ്മുടെ കൺസംഷൻ കൂടും. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഇൻകവും വെൽത്തും തമ്മിൽ എന്ത് പാടില്ല, ഒരു റിലേഷൻ പാടില്ല. അല്ലെങ്കിൽ ഒരു H1 ഉം H2 തമ്മിൽ ഒരു റിലേഷൻ പാടില്ല. അങ്ങനെ H2 H1 തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനാണ് നമ്മൾ എന്ത് പറയുക, മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സ്പ്ലനറ്ററി വേരിയബിൾ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയുന്നത്. അപ്പം ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ പ്രകാരം എന്താവരുത്, മൾട്ടി കൊളിനിയാരിറ്റി ഇഷ്യൂ വരാൻ പാടില്ല. അതായത് ഇൻകവും വെൽത്തും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, റിലേഷൻ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം ഇൻകവും വെൽത്തും തമ്മിൽ ചിലപ്പോൾ റിലേഷൻ ഉണ്ടായിരിക്കാം അല്ലേ. ചിലപ്പോൾ എന്തായിരിക്കും, വളരെ വെൽത്തുള്ള പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ഇൻകം കിട്ടാനുള്ള സാധ്യത, വളരെ ഒരു ഹൈ ഇൻകം കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവാം എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ, അത് കറക്റ്റ് ആവണമെന്നില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ ആക്ച്വലി എന്തായിരിക്കും, അത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് പാടില്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോ മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയാം. അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാം, മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ മൾട്ടി കൊളിനിയാരിറ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം,
എന്ത് സംഭവിക്കാം, നമുക്ക് അത്രയും എന്ത് ചെയ്യാം, പ്രോബ്ലംസ് വരാം അല്ലെ, അത്രയും എന്ത് സംഭവിക്കാം. ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് വരാം, ഈ ഒരു അസംഷൻസ് ബ്രേക്ക് ചെയ്യുന്നതിന് എന്താണ് തുല്യമാണ് അല്ലേ, നമുക്ക് അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ അതാണ് 8 അസംഷൻ പറയുന്നത് എന്താണ്, അത് തമ്മിലൊരു റിലേഷൻ പാടില്ല. ദർ ഇസ് നോ മൾട്ടി കൊളീനിയാരിറ്റി എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ 9th പറയുന്നത്, ദ മോഡൽ ഈസ് കറക്റ്റ്ലി സ്പെസിഫൈഡ്, ദർ ഇസ് നോ സ്പെസിഫിക്കേഷൻ ബയാസ്, ഒരു തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ബയാസും പാടില്ല. ദ സ്റ്റോക്കാസ്റ്റിക് ടേം യു ഐ ഇസ് നോർമലി ഡിസ്ട്രിബ്യൂട്ട്, യു ഐ എന്തായിരിക്കണം, നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 അസംഷൻസ് വരുന്നത്. അപ്പോൾ ഈ 10 അസംഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് PRF കാണാൻ വേണ്ടി നമുക്ക് SRF വേണം. SRFിൽ β1 ഹാറ്റും β2 ഹാറ്റും എന്ത് ചെയ്യണം, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അസംഷൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അസംഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അസംഷന് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചേ പറ്റുള്ളൂ. ഈ ഒരു 10 അസംഷന് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പൾസറി പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, അസംഷൻ അല്ലാത്തത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നെന്താ പറയുന്നത്, ദ റിഗ്രഷൻ മോഡൽ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റർ അല്ലേ, ലീനിയർ ഇൻ പാരാമീറ്റർ ആണ് അല്ലേ. സാറ്റിസ്ഫൈ അസംഷൻസ് ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, അല്ലാത്തതല്ല. ലീനിയർ ഇൻ പാരാമീറ്റർ എ എന്താണ്, കറക്റ്റ് ആണല്ലേ, ലീനിയർ ഇൻ പാരാമീറ്റർ ആണല്ലോ, അതൊരിക്കലും എക്സ്പ്ലനറ്ററി വേരിയബിളോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ അല്ല, ലീനിയർ ഇൻ പാരാമീറ്റർ ആണ്. അതായത് β1ൻ്റെയും അതുപോലെ തന്നെ β2ൻ്റെയും അല്ലെങ്കിൽ β1 ഹാറ്റിൻ്റെയും അതുപോലെ തന്നെ β2 ഹാറ്റിൻ്റെയും β1 ഹാറ്റിൻ്റെയും അതുപോലെ തന്നെ β2 ഹാറ്റിൻ്റെയും എന്ത് ചെയ്യണം, പവർ എപ്പോൾ എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദ റിഗ്രഷൻ മോഡൽ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അസംഷൻ കറക്റ്റ് ആണ്. 0 മീൻ വാല്യൂ ഓഫ് ദി ഡിസ്റ്റർബൻസ് ടേം ആണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് കണ്ടീഷണൽ മീൻ ഓഫ് ദി, എന്താണ് കണ്ടീഷണൽ മീൻ വാല്യൂ ഓഫ് ദി xi ഗിവൺ ui എന്തായിരിക്കണം, 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, കണ്ടീഷണൽ മീൻ, നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഗിവൺ എന്ന് പറയുമ്പോൾ അത് കണ്ടീഷണൽ മീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നമ്മൾ പ്രോബബിലിറ്റിയിൽ പഠിച്ചിട്ടല്ലേ, എന്താണ് നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് അടുത്ത പ്രോബബിലിറ്റി അല്ലെങ്കിൽ അടുത്തൊരു എന്താണ് ഒരു റാൻഡം സാമ്പിൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പാടില്ല കാർഡുകൾ, ഇതെന്താണ് ആക്ച്വലി ഒരു കണ്ടീഷണൽ മീൻ അല്ലേ. അപ്പോൾ ഇവിടെ xi നമുക്ക് തന്നിട്ടുണ്ട്, ആ ഒരു xi നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അതിന് കണ്ടീഷണൽ മീനോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എന്താണ്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ui ഗിവൺ xi എന്തായിരിക്കണം, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ui ഗിവൺ xi എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടീഷണൽ മീൻ വാല്യൂ ഓഫ് ui ഗിവൺ xi എന്തായിരിക്കണം, 0 ആവണം എന്ന് പറയുന്നത്. കണ്ടീഷണൽ മീൻ എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ xi എന്ന് പറയുന്നത് ഗിവൺ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ബി കറക്റ്റ് ആണല്ലേ. ദ വേരിയൻസ് ഓഫ് ദി ui ഇസ് നോട്ട് കോൺസ്റ്റന്റ് എന്നല്ല, ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് അല്ലേ. വേരിയൻസ് ഓഫ് ദി ui എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ, നോട്ട് കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. സോ സി എന്താണ്, ഇൻകറക്റ്റ് ആണ്. ദർ ഇസ് എ സീരിയൽ ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റർബൻസും, ദർ ഇസ് നോ ഓട്ടോ കോറിലേഷൻ ആണല്ലേ, ദർ ഇസ് എ നോ സീരിയൽ ഓട്ടോ കോറിലേഷൻ ആണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിയും എന്താണ്, ഇൻകറക്റ്റ് ആണ്. ദ നമ്പർ ഓഫ് ദി observation must be greater than the number of the parameter estimated. ഇതെന്താണ് കറക്റ്റ് ആണല്ലേ, n is greater than എന്തായിരിക്കണം, പാരാമീറ്റർ ആയിരിക്കണം അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് ABE ആണ് ഇതിന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നല്ലേ. ABE ആണ് പറയുന്നത്, ബി ഇസ് എ കറക്റ്റ് ആൻസർ, ബി ആണ് ഇതിന് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കറക്റ്റ് OLS എസ്റ്റിമേഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് ദി ഓട്ടോ കോറിലേഷൻ. ഇപ്പോൾ ഓട്ടോ കോറിലേഷൻ ഉണ്ടാവണേ നമുക്കറിയാം, നമ്മുടെ β1 ഹാറ്റും അതുപോലെ തന്നെ β2 ഹാറ്റും എന്തായിരിക്കണം, β1 ഹാറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, β2 ഹാറ്റും എന്തായിരിക്കണം, ബ്ലൂ ആയിരിക്കണം അല്ലേ, β1 ഹാറ്റും അതുപോലെ തന്നെ β2 ഹാറ്റും എന്തായിരിക്കണം, ബ്ലൂ ആയിരിക്കണം. അപ്പോൾ ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ എന്ത് വേണം നമുക്ക്, ആക്ച്വലി ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ ആക്ച്വലി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ 3 പ്രോപ്പർട്ടീസ് നമ്മൾ ഫോളോ ചെയ്യണം. ഒന്ന് ലീനിയർ ആയിരിക്കണം, ഒന്നെന്തായിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം, ഒന്നെന്ന് പറയുന്നത് എന്തായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിരിക്കണം അല്ലേ. കൺസിസ്റ്റൻറ്റും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ, അല്ലേ. അപ്പോൾ ഓട്ടോ കോറിലേഷൻ ഇഷ്യൂ വരാണെങ്കിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ആ ഒരു എസ്റ്റിമേറ്റേഴ്സ് എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, അൺബയാസ്ഡും ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ അതെന്തായിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കില്ല, അതെന്തായിരിക്കും, ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓട്ടോ കോറിലേഷൻ ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റേഴ്സ് എന്തായിരിക്കും, β1 ഹാറ്റും β2 ഹാറ്റും എന്തായിരിക്കും, നമ്മുടെ എസ്റ്റിമേറ്റേഴ്സ് എന്തായിരിക്കും, അത് ലീനിയർ ആയിരിക്കും, അതുപോലെ തന്നെ അൺബയാസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും,
കൺസിസ്റ്റൻ്റ് ആയിരിക്കും, എന്നാൽ എന്തായിരിക്കും അത് എഫിഷ്യൻ്റ് ആയിരിക്കില്ല. ദാറ്റ് മീൻസ് അത് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ മിനിമം വേരിയൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. മിനിമം വേരിയൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വർക്ക് ചെയ്യില്ല. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മിനിമം വേരിയൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വർക്ക് ചെയ്യില്ല. മിനിമം വേരിയൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുക, നമുക്കറിയാം ഓട്ടോ കോറിലേഷൻ വരുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻസ് ആയല്ലോ. എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻ എന്ന് പറയുമ്പോൾ ആരാണ്, β1 ഹാറ്റും β2 ഹാറ്റാണോ. ഇത് എന്താണ്, കോഎഫിഷ്യൻ്റ് ആണല്ലേ ബേസിക്കലി. β1 ഹാറ്റ് ആണെങ്കിൽ എന്താണ് ഇൻ്റർസെപ്റ്റും, β2 ഹാറ്റ് ആണെങ്കിൽ എന്തായിരിക്കും സ്ലോപ്പ് ആണല്ലേ. അപ്പോൾ ഈ ഒരു എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻറ്റ് β1 ഹാറ്റും β2 ഹാറ്റും ആക്ച്വലി എന്താണ് എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ ഈ എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും ബേസിക്കലി എന്തായിരിക്കും ലീനിയർ ആയിരിക്കും. എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ β1 ഹാറ്റും β2 ഹാറ്റും എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, β1നെയും അതുപോലെ തന്നെ β2നെ ആയിരിക്കും. അപ്പോൾ β1ഉം β2ഉം ആക്ച്വലി എന്തായിരിക്കും ലീനിയർ ആയിരിക്കും അല്ലേ, ലീനിയർ ആയിരിക്കും. ദെൻ എന്തായിരിക്കും അത് അൺബയാസ്ഡ് ആയിരിക്കും. ദെൻ ബയാസ്ഡ് ആവുക ഒരിക്കലും ഇല്ല. ദെൻ എന്തായിരിക്കും അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ എന്തായിരിക്കും അത് എഫിഷ്യൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തായിരിക്കും ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ബ്ലൂ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യും, ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ത് സാറ്റിസ്ഫൈ ചെയ്യില്ല, ഓട്ടോ കോറിലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫൈ ചെയ്യില്ല. അവിടെ എന്തായിരിക്കും എഫിഷ്യൻ്റ് ആയിരിക്കില്ല, ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഓട്ടോ കോറിലേഷൻ വരുന്ന സമയത്ത് ഓയിലെസ് എസ്റ്റിമേഷൻ എന്തായിരിക്കും എസ്റ്റിമേഷനിൽ നമ്മുടെ എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻസ് എന്തായിരിക്കും ലീനിയർ ആയിരിക്കും, അൺബയാസ്ഡ് ആയിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ എന്തായിരിക്കില്ല, അത് എഫിഷ്യൻ്റ് ആയിരിക്കില്ല, അത് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരാം. ഇതിൽ എ കറക്റ്റ് ആണ്, അതുപോലെ തന്നെ ബി കറക്റ്റ് ആണ്, അതുപോലെ തന്നെ ഡി കറക്റ്റ് ആണ്. എ ബി ഡി ബി ഇസ് കറക്റ്റ് ആൻസർ. Okay, then the test statistics used to test the stationary of the time series in the presence of the correlated error term is ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് ഡിക്കി പുള്ളർ ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ദ ഫോർത്ത് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കറക്റ്റ് കൺക്ലൂഷൻ വിത്തൗട്ട് എറർ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എന്താണ് വിത്തൗട്ട് എറർ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് ഒരു തരത്തിലുള്ള എററും പാടാൻ പറ്റില്ല. നമ്മൾ ഹൈപ്പോതെസിസ് ടെസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള എററും വരാൻ പറ്റില്ല. ഫൈനൽ കൺക്ലൂഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈപ്പോതെസിസ് ടെസ്റ്റിൽ എന്ത് ചെയ്യണം, അത് റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരു ടെസ്റ്റിൻ്റെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ടാവുക അല്ലേ. അങ്ങനെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരു തരത്തിലുള്ള എററും അവിടെ സംഭവിക്കാൻ പാടില്ല. എന്തൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള എററും സംഭവിക്കില്ല എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. റിജക്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് വെൻ ഇറ്റ് ഇസ് ട്രൂ ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും റിജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇത് ഇൻകറക്റ്റ് ആണ്. അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് വെൻ ഇറ്റ് ഇസ് ട്രൂ, കറക്റ്റ് ആണ്. അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് വെൻ ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ട്രൂ. അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് വെൻ ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ട്രൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ട്രൂ ആവുന്ന സമയത്ത് നൾ ഹൈപ്പോതെസിസ് എന്താവും, ഫോൾസ് ആവും. അപ്പോൾ ഈ ഒരു ഫോൾസ് ആയിട്ടുള്ള അസംഷന് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, അതായത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ട്രൂ ആവുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മുടെ നൾ ഹൈപ്പോതെസിസ് എന്തായിരിക്കും, ഫോൾസ് ആവും. അപ്പോൾ അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫോൾസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് ഇൻകറക്റ്റ് ആണല്ലേ. റിജക്റ്റ് ദ എച്ച് നൾ ഹൈപ്പോതെസിസ് വെൻ ഇറ്റ് ഇസ് ട്രൂ, അത് ട്രൂ ആവുന്ന സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. ദെൻ അക്സെപ്റ്റ് ദ എച്ച് വെൻ ദ H1 is false. അതായത് H1 ഫോൾസ് ആവുന്ന സമയം, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ഫോൾസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ HO അതായത് നൾ ഹൈപ്പോതെസിസ് ആക്ച്വലി എന്താവും, നൾ ഹൈപ്പോതെസിസ് എന്താവും, ട്രൂ ആവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്, റിജക്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് വെൻ ഇറ്റ് ഇസ് ട്രൂ, അത് റോങ് ആണ്. അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് വെൻ ഇറ്റ് ഇസ് ട്രൂ, അക്സെപ്റ്റ് ചെയ്യൂ അല്ലേ. അക്സെപ്റ്റ് ദ null hypothesis when the alternative hypothesis is true and reject the HO. Yes, ഇത് കറക്റ്റ് ആണ്. റിജക്റ്റ് ദ HO ആൻഡ് എന്തായിരിക്കും, റിജക്റ്റ് ദ HO ആൻഡ് when H1 is true. ഇത് കറക്റ്റ്, ഇത് റോങ് ആണ്. അക്സെപ്റ്റ് ദ HO when the H1 is true and the B is correct and B ന് കൂടെ ഒന്നുകൂടെ ഉണ്ടല്ലോ. സോ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. എനിക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. റിജക്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് വെൻ ഇറ്റ് ഇസ് ട്രൂ, അത് ട്രൂ ആവുന്ന സമയത്ത് അത് റിജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അപ്പോൾ അത് തെറ്റാണ്. അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോതെസിസ് വെൻ ഇറ്റ് ഇസ് ട്രൂ, അക്സെപ്റ്റ് ചെയ്യും നമ്മളെപ്പോഴാണ്, അത് ട്രൂ ആവുന്ന സമയം. അക്സെപ്റ്റ് ദ HO വെൻ ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ട്രൂ, ഇതെന്താണ് റോങ് ആണ്. റിജക്റ്റ് ദ HO വെൻ, യെസ് എന്തായിരിക്കും, റിജക്റ്റ് ചെയ്യില്ലേ. H1 ട്രൂ ആവുക എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ നൾ ഹൈപ്പോതെസിസ് എന്തായിരിക്കും, നൾ ഹൈപ്പോതെസിസ് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ദെൻ അക്സെപ്റ്റ് ദ HO വെൻ ദ H1 is true, അക്സെപ്റ്റ് ദ HO വെൻ H1 is
false and B D E ആണ് നമ്മുടെ correct answer. B is a correct answer. B D is a correct answer. Okay. Fifth, which of the following are the correct Euler's estimation in the presence of the heteroscedasticity? Again നമ്മൾ പഠിക്കാനുള്ളത് വെച്ചാൽ heteroscedasticity ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിലെ അസംഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചൊക്കെ ഹെട്രോസ്കെഡാസിറ്റി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്തായിരിക്കും, അതെന്തായിരിക്കും ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ്, ദാറ്റ് മീൻസ് ലീനിയർ ഇൻ ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അതെന്തായിരിക്കും അൺബയാസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ എന്തായിരിക്കും അത് എഫിഷ്യൻ്റ് ആയിരിക്കില്ല, അത് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ഒരു മിനിമം വേരിയൻസ് ഉണ്ടായിരിക്കില്ല. ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ഒരു മിനിമം വേരിയൻസ് ഉണ്ടായിരിക്കില്ല. അവിടെ എന്തായിരിക്കില്ല, മിനിമം വേരിയൻസ് ഉണ്ടായിരിക്കില്ല. സോ നമുക്ക് പറയാം ദ എസ്റ്റിമേഷൻ കോഎഫിഷ്യൻ്റ് ആർ ലീനിയർ, കറക്റ്റ് ആണ്, എ കറക്റ്റ് ആണ്. ദ എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻ്റ് ആർ അൺബയാസ്ഡ്, അത് കറക്റ്റ് ആണ്. ദെൻ ബയാസ്ഡ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല, അതെന്താണ് ഇൻകറക്റ്റ് ആണ്. ദ എസ്റ്റിമേഷൻ കോഎഫിഷ്യൻ്റ് ആർ കൺസിസ്റ്റൻ്റ് ആണ്. ദ എസ്റ്റിമേഷൻ കോഎഫിഷ്യൻ്റ് ആർ എഫിഷ്യൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല, ഇൻഎഫിഷ്യൻ്റ് ആണ്. ദാറ്റ് മീൻസ് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, മിനിമം വേരിയൻസ് വരുന്നില്ല. മിനിമം വേരിയൻസ് അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു എന്താണ് β1 ഹാറ്റും β2 ഹാറ്റും എന്ത് ചെയ്യുന്നില്ല, മിനിമം വേരിയൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ചിലപ്പം അതിനേക്കാൾ മിനിമം വേരിയൻസ് ആയിട്ടുള്ള ഒരു SRFൻ്റെ β1ഉം β2ൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അത് മിനിമം വേരിയൻസിന് എന്ത് ചെയ്യുന്നില്ല, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കും, അത് എഫിഷ്യൻ്റ് ആയിരിക്കില്ല, അത് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ABD ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ABD B is a correct answer. B is a correct answer. ഓക്കെ. 6, which of the following satisfy the assumption of the classical linear regression model? അതായത് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിലെ എഗെയിൻ അസംഷൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതെല്ലാം ഡിഫറെൻറ്റ് എന്താണ് സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ, ഡിഫറെൻറ്റ് സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ ഞാൻ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നോക്കട്ടെ, ഇയർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ്. യെസ്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അണ്ടറിൽ, അതായത് നമുക്ക് ഡിസംബർ 2022 ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് 1ലെയും ഷിഫ്റ്റ് 2ലെയും ആണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തില്ല. അപ്പോൾ ഷിഫ്റ്റ് 1 അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ഒരു ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിലെ അസംഷൻസ് ചൂസ് ചെയ്യാൻ പറയുന്നത്, അത് ഡിസംബർ 22 എന്താണ് ഷിഫ്റ്റ് 1ത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിസംബർ 22 ഷിഫ്റ്റ് 1ത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസംബർ 22 എന്താണ് ഷിഫ്റ്റ് 2ത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും എങ്ങനെ ഒരൊറ്റ പേപ്പറിൽ വന്നെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. മറ്റേത് ഡിസംബർ 22 ഷിഫ്റ്റ് 1ത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം അസംഷൻസ് ചൂസ് ചെയ്തോളൂ. 0 mean value of the disturbance term, correct ആണ്. The explanatory variable and the error term are not independent. Not independent എന്നല്ല, അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എന്താണ്, അത് തമ്മിലൊരു റിലേഷൻഷിപ്പും പാടില്ല അല്ലേ. അതെന്താണ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതല്ല, ദാറ്റ് ഇസ് അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് അല്ലേ. നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്നല്ല, ദാറ്റ് ഇസ് അതെന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. എവിടെ ഓ ഗോഡ്, എൻ്റെ റൈസർ. ഓക്കെ, അപ്പോൾ എന്താണ് അത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്പ്ലനറ്ററി വേരിയബിളും അതുപോലെ തന്നെ നമ്മുടെ എറർ ടേമും തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താണ്, ഇത് റോങ് ആണ്. ദ ഹോമോസ്കെഡാസിറ്റി ഓഫ് കോൺസ്റ്റന്റ് വേരിയൻസ് ഓഫ് ദി UI, കറക്റ്റ് ആണ്. നോ ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റർബൻസ്, കറക്റ്റ് ആണ്. ദർ ഇസ് മോർ ദാൻ വൺ എക്സാക്ട് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്സ്പ്ലനറ്ററി വേരിയബിൾ. there is more than one exact linear relationship between explanatory variable. That means ഇതെന്താണ്, ഇത് മൾട്ടികോളിനിയാരിറ്റി ആണ് പറഞ്ഞത്. there is a no multicollinearity എന്നുള്ളതാണ് നമ്മുടെ അസംഷൻസ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ റിഗ്രഷൻ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത്, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ β1 പ്ലസ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് β2 h1 അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് β2 h2 എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് എക്സ്പ്ലനറ്ററി വേരിയബിൾ ഉണ്ട് അല്ലേ, പ്ലസ് UI അല്ലേ, രണ്ട് എക്സ്പ്ലനറ്ററി വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, നോ മൾട്ടികോളിനിയാരിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, ദർ ഇസ് മോർ ദാൻ ദ വൺ എക്സാക്ട് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പ്ലനറ്ററി വേരിയബിൾ. ഇത് രണ്ടും റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ട്, മൾട്ടികോളിനിയാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് അസംഷനിൽ പറയുന്നത്. എന്നാൽ ക്ലാസിക്കൽ ലീനിയർ അസംഷൻ പ്രകാരം ദർ ഇസ് നോ മൾട്ടികോളിനിയാരിറ്റി എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇ എന്ന് പറയുന്നത് എന്താണ് റോങ് ആണല്ലേ. ഇ എന്ന് പറയുന്നത് എന്താണ് റോങ് ആണ്. സോ വേർ ഇസ് മൈ കേഴ്സ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ റോങ് ആണെന്ന് പറയാം. ഇ എന്ന് പറയുന്നത് റോങ് ആണെന്ന് നമുക്ക് പറയാം. സോ നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് ACD ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ACD, C ഇസ് എ കറക്റ്റ്
ആൻസർ. സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ മാച്ച് ദ ഫോളോയിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ എക്കണോമെട്രിക്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസർ അറിയണമെന്ന് ഒരു നിർബന്ധമല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നോ രണ്ടെണ്ണത്തിന് എക്സാക്റ്റ് ഷുവർ ആയിട്ടുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് എളുപ്പത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ടെസ്റ്റിംഗ് ഓഫ് ദി ഓവറോൾ സിഗ്നിഫിക്കൻസ്. ഓവറോൾ സിഗ്നിഫിക്കൻസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എഫ് ടെസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. സോ എ എന്ന് പറയുന്നത് 3 എ എന്ന് പറയുന്നത് 3 വരുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ ബി ആണോ കറക്റ്റ് ആൻസർ? യെസ്, ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ടെസ്റ്റിംഗ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആക്ച്വലി ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ലെവലും. ഇൻകം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവായി, ഇൻകം എടുക്കണ്ട. സോ നമ്മുടെ ഏജും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവലും, എഡ്യൂക്കേഷൻ ലെവലും, അതായത് ഏജ് ഇത്രയാവുന്ന സമയത്ത് നമുക്ക് ഇത്ര എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ കൂടുന്നുണ്ടോ. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി എന്താണ്, നോർമറ്റീവ് ടേംസ് ആണല്ലേ. ദാറ്റ് മീൻസ് ഇത് രണ്ടും എന്താണ്, ക്വാളിറ്റേറ്റീവ് ടേംസ് ആണ്. ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്പർ കൊടുത്താണെങ്കിൽ തന്നെ ഡമ്മി വേരിയബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇത് തമ്മിൽ എന്താണ്, ക്വാളിറ്റേറ്റീവ് ടേംസ് ആണ്. ഈ ക്വാളിറ്റേറ്റീവ് ടേംസിൽ നമ്മൾ ആക്ച്വലി എടുക്കുന്നത് ഏത് ടെസ്റ്റ് പ്രകാരമായിരിക്കും, നമ്മുടെ കൈ സ്ക്വയർ പ്രകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. അതായത് കൈ സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആട്രിബ്യൂട്ട്സിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റേറ്റീവ് ടേംസിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കൈ സ്ക്വയർ യൂസ് ചെയ്യുന്നുണ്ടാവുക. ക്വാളിറ്റേറ്റീവ് ആണ്, നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്, ഇറ്റ്സ് ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ടെസ്റ്റിംഗ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്, സോ അതെന്തായിരിക്കും, ഓഫ് കോഴ്സ് നമുക്കറിയാം ടി ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നോർമാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ചാർഗ്യുപേറ ടെസ്റ്റാണ് എന്ത് പറയുന്നത്, നോർമാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. Then 8th question. What are the practical consequences of the multicollinearity in CLR? Multicollinearity എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എക്സ്പ്ലനറ്ററി വേരിയബിൾ തമ്മിൽ എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോൺസിക്വൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഇറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. സോ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്നെസ് ഓഫ് ഇറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഇപ്പോൾ 0.8 ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, റിഗ്രഷൻ ഫംഗ്ഷൻ എടുക്കുക. yi is equal to beta 1 plus beta 2 xi plus ui. എന്താണ് നമ്മൾ ഈ ആർ സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് 0.8 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ xi എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ y എന്ന് പറയുന്ന ഡിപെൻഡൻറ്റ് വേരിയബിളിനെ 80% എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ കൺസംഷൻ ഫംഗ്ഷനാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം, y എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൺസംഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്, xi എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻകം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ കൺസംഷനെ എന്താണ് 80% ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്, നമ്മുടെ ഇൻകം ആണെന്ന് നമുക്ക് പറയാം. ബാക്കി എന്തുണ്ട്, ബാക്കി 20% എന്തിലേക്കാണ് വരുന്നത്, നമ്മുടെ UI ടേംസിലേക്കാണ് വരുന്നത്. ബാക്കി 20% എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ റെസിജ്വൽ ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, ബാക്കിയുള്ള 20% എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കൂടാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ഫംഗ്ഷൻ അത്രയും എന്ത് ചെയ്യാം, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് പറയാം. പക്ഷേ മൾട്ടി കൊളിനിയാരിറ്റി ഇഷ്യൂ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആറിൻ്റെ വാല്യൂ നന്നായിട്ട് കൂടും. എന്നാൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, അതിനർത്ഥം ഒരിക്കലും എക്സ്പ്ലനറ്ററി വേരിയബിൾ ഫുള്ളി എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഡിപെൻഡൻറ്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല. അപ്പോൾ ഈ മൾട്ടി കൊളിനിയാരിറ്റി ഇഷ്യൂ വരുന്ന സമയത്ത് ആറിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യും, കൂടും. ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടുമെന്ന്. ആറിൻ്റെ വാല്യൂ അല്ല, ആർ സ്ക്വയർ എന്ത് ചെയ്യും, കൂടുമെന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ പോകുന്ന എന്തായിരിക്കും, ഇത് ആർ സ്ക്വയറിൻ്റെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, വൈനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വൈലുണ്ടായിട്ടുള്ള മാറ്റം എന്താണ്, ഒരു 100%-നടുത്ത് അല്ലെങ്കിൽ 80-90%-നടുത്തും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആണ്. അപ്പോൾ ബാക്കിയുള്ള മാറ്റത്തിൽ എന്താണ്, കുറച്ച് മാത്രമാണ് ബാക്കിയുള്ള വേരിയബിൾ എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു രീതിയിൽ നമുക്ക് പഠിച്ചാൽ മതിയുള്ളത് നമ്മൾ വിചാരിക്കും. പക്ഷേ മൾട്ടി കൊളിനിയാരിറ്റി ഇഷ്യൂ വരുന്ന സമയത്ത് ആർ സ്ക്വയർ കൂടും. അതിനർത്ഥം ഒരിക്കലും ആ ഒരു ഫംഗ്ഷന് ഗുഡ്നെസ് ഓഫ് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് എന്താണ്, ഇതൊരു ഓവർ എസ്റ്റിമേഷൻ ആണ് നമുക്ക് തരുന്നത്. അതെന്താണ് ആക്ച്വലി എന്താണ്, മൾട്ടി കൊളിനിയാരിറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ദ ആർ സ്ക്വയർ ദ ഓവറോൾ മെഷർമെൻറ്റ് ഓഫ് ദി ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ക്യാൻ ബി വെരി ഹൈ. അതെന്താ ചെയ്യും, മൾട്ടി കൊളിനിയാരിറ്റി ഇഷ്യൂ വരുന്ന സമയത്ത് ആർ സ്ക്വയർ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് എടുക്കാം, ദ ഓയിലസ് എസ്റ്റിമേഷൻ ആർ നോട്ട് ദ ബ്ലൂ. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിനൊരു
എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കൽ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ദ ഓയിലസ് എസ്റ്റിമേഷൻ ആവ് ദ സ്മോൾ വേരിയൻസ് ആൻഡ് ദ കോവേരിയൻസും അതും എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ടി റേഷ്യോ ഓഫ് ദി വൺ ഓർ മോർ കോഎഫിഷ്യൻ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദെൻ ദ ഓയിലസ് എസ്റ്റിമേഷൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് എറർ ക്യാൻ ബി സെൻസിറ്റീവ് ടു സ്മോൾ ചേഞ്ച് ഇൻ ദി ഡാറ്റ എന്ന് പറയും. ഇതും എന്താണ്, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കോൺസിക്വൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ കോൺസിക്വൻസ് ദാറ്റ് മീൻസ് മൾട്ടി കൊളിനിയാറ്റ് മൂലമുണ്ടാവുന്ന പ്രാക്ടിക്കൽ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ആർ സ്ക്വയർ ഹൈ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ടി റേഷ്യോ ഓഫ് ദി വൺ മോർ കോഎഫിഷ്യന്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറുന്നത്. ദ ഓയിലസ് എസ്റ്റിമേഷൻ ആൻഡ് ദർ സ്റ്റാൻഡേർഡ് എറർ ക്യാൻ ബി സെൻസിറ്റീവ് ടു സ്മോൾ ചേഞ്ച് ഇൻ ദ ഡാറ്റ. ഇതും എന്താണ്, മൾട്ടി കൊളിനിയാറ്റിൻ്റെ എന്താണ് പ്രാക്ടിക്കൽ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാം. സോ DE ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. AD is C is a correct answer. C ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. C is a correct answer. ഓക്കെ, 9th question. The classical linear regression model HI and the UI are assumed to be, നമുക്കറിയാം നോട്ട് കോറിലേറ്റഡ് ആണല്ലേ. നമുക്കറിയാം HIയും UIയും തമ്മിൽ എന്ത് പാടില്ല, ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, കണ്ടീഷണൽ മീൻ വാല്യൂ ഓഫ് ദി UI ഗിവൺ HI എന്തായിരിക്കണം, 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് UI given HI എന്തായിരിക്കണം, എക്സ്പെക്റ്റഡ് UI given HI എന്തായിരിക്കണം, 0 ആയിരിക്കണം. എക്സ്പെക്റ്റഡ് UI given HI എന്തായിരിക്കണം, 0 ആയിരിക്കണം എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ എന്തിൽ പഠിക്കുന്നത്, നമ്മുടെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ പഠിക്കുന്നത്. ദാറ്റ് മീൻസ് UI ടേംസുകളും അതുപോലെ തന്നെ HI ടേംസുകളും തമ്മിൽ എന്ത് പാടില്ല, ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും പാടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കാം, നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എടുക്കാം. y = എന്താണ് നമുക്കറിയാം, β1 എടുക്കാം അല്ലേ. β1 plus β2 HI ദെൻ നമ്മൾ എന്ത് എടുക്കുന്നുണ്ട്, UI ടേം എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ UI ടൈം എടുക്കുന്നുണ്ട് അല്ലേ, HI ദെൻ പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, UI ടൈം എടുക്കുന്നുണ്ട്. UI ടൈം എങ്ങനെ വരാം, നമ്മുടെ എറർ ടേം അല്ലേ. ദാറ്റ് മീൻസ് നമ്മുടെ ഒമിറ്റഡ് വേരിയബിൾ ആണ് എന്ത് പറയുന്നത്, UI ടേം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൺസംഷനാണ്. വൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇവിടെ വൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അതാണ് വൈ ഐ, അല്ലെങ്കിൽ എന്താണോ റിഗ്രസൻ്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയാം, വൈ ഐ എന്ന് പറയാം. അപ്പോൾ വൈ ഐ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി നമ്മുടെ കൺസംഷനാണെന്ന് വിചാരിക്കുക അല്ലേ. കൺസംഷനാണ് നമ്മുടെ വൈ ഐ എന്ന് പറയുന്നത്. കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ HI മീൻസ് എന്താണ്, നമ്മുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്കറിയാലേ ഇവിടെ UI ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ ഫാദേഴ്സിൻ്റെ ഇൻകാന്ന് വിചാരിക്കുക. അതായത് എൻ്റെ കൺസംഷൻ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാദേഴ്സിൻ്റെ ഇൻകത്തിനെയും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഇൻകത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇൻകവും അതുപോലെ തന്നെ എൻ്റെ ഫാദറിൻ്റെ ഇൻകവും തമ്മിൽ റിലേറ്റഡ് ആണെങ്കിൽ ആക്ച്വലി എന്തുണ്ട്, ഇവർ തമ്മിൽ ആക്ച്വലി എന്തുണ്ട്, റിലേഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഇൻകവും എൻ്റെ ഫാദറിൻ്റെ ഇൻകവും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിലേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക്കലി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്പെക്റ്റഡ് UI ഗിവൺ HI എന്തായിരിക്കണം, 0 ആയിരിക്കണം. അല്ലെങ്കിൽ കണ്ടീഷണൽ മീൻ വാല്യൂ ഓഫ് ദി UI ഗിവൺ HI എന്തായിരിക്കണം, 0 ആയിരിക്കണം എന്ന് പറയുന്നത്. അതായത് HIയും UIയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ഇൻകം എൻ്റെ ഫാദറിൻ്റെ ഇൻകവും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് എന്തായിരിക്കും, ഇത് രണ്ടും എന്തായിരിക്കും, നോട്ട് കോറിലേറ്റഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് എന്തായിരിക്കും, നോട്ട് കോറിലേറ്റഡ് ആയിരിക്കണം. സോ C is the correct answer. C ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. So then final questions. Identifying the proper sequence in the traditional econometrics methodology of the conducting research. So നമ്മുടെ എക്കണോമെട്രിക്സ് PG ലെവൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, നമ്മൾ PG ലെവലിൽ ഫസ്റ്റ് എക്കണോമെട്രിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു മെത്തഡോളജി ആയിരിക്കും, അതായത് എങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തണം, ഇതിനെക്കുറിച്ചുള്ളൊരു മെത്തഡോളജി നമുക്ക് പഠിക്കാണ്ട്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് നമുക്ക് പഠിക്കാണ്ട്. ബേസിക്കലി ആ ഒരു സ്റ്റെപ്പ് നമുക്ക് നോക്കാം. എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി തിയറി ഓഫ് ദി ഹൈപ്പോത്തസിസ്. ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം, പിന്നെ സ്പെസിഫിക്കേഷൻ ഓഫ് ദി മാത്തമാറ്റിക്കൽ മോഡൽ, ദെൻ സ്പെസിഫിക്കേഷൻ ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്കണോമെട്രിക് മോഡൽ, ദെൻ ഒപ്റ്റെയിൻ ഡാറ്റ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം. ദ എസ്റ്റിമേഷൻ ഓഫ് ദി പാരാമീറ്റർ ഓഫ് ദി എക്കണോമെട്രിക്സ് മോഡൽ, നമ്മൾ എന്ത് ചെയ്യണം, പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റിംഗ് ആൻഡ് ദ പ്രഡിക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ആക്ച്വലി എന്ത് ചെയ്യും, നമ്മളത് ഫൈനൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ പോളിസി യൂസേജിന് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തഡോളജിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയില്ല, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേഷൻ ഓഫ് ദി ഹൈപ്പോത്തസിസ്. നമ്മൾ എന്ത് ചെയ്യണം, ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യണം, നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം അല്ലേ. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ കളക്ട് ചെയ്യണം അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ഇൻ ഹൈപ്പോത്തസിസ് അല്ലേ. നമ്മൾ എന്തിനാ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം അല്ലേ. എന്നിട്ട് വേണം നമ്മളത് റിജക്റ്റ് ചെയ്യണം അല്ലേ.
ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ഇല്ലാതെ നോക്കണം. എന്ത് ചെയ്യണം, നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. നമുക്കൊരു ഹൈപ്പോത്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഫൈനൽ കൺക്ലൂഷനിൽ നമ്മൾ തീരുമാനിക്കില്ലേ H1 അക്സെപ്റ്റ് ചെയ്യണമല്ലോ, H2 നമ്മൾ നമ്മുടെ നല്ല ഹൈപ്പോത്തസിസിനോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനോ ഏതിനാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിനാണ് റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തണം. ദെൻ പിന്നെ എന്ത് ചെയ്യണം, ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പോളിസി മേക്കിംഗ് നമ്മൾ യൂസ് ചെയ്യാം. അതായത് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടി, നമുക്ക് എന്ത് ചെയ്യാം, ഇനി അത് നമ്മുടെ റിയൽ പ്രാക്ടിക്കൽ വേൾഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോളിസി ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്കറിയാം ഇങ്ങനെ ഒരു ക്രോണോളജി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൈഡിൽ എഴുതി വെക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്. സോ DACB അല്ലേ, DACB. സോ D is the correct answer. D ആണോ കറക്റ്റ് ആൻസർ? യെസ്, D is the correct answer. സോ നമ്മളിന്നൊരു 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഓവറോൾ ഒരു എക്കണോമെട്രിക്സിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് വരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഷോ ദ വെരി ബെസ്റ്റ്.